ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന് കീഴിലെ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയിൽ ഗുരുതരമായ അനാസ്ഥ. തുടർ ചികിത്സാ ഡേറ്റകൾ സൂക്ഷിക്കാതെ വന്നതോടുകൂടി രോഗികൾക്ക് സൗജന്യ ചികിത്സ മുടങ്ങുകയാണ്. കാരുണ്യ ആരോഗ്യ ചികിത്സാ പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ് അധികൃതരുടെ അനാസ്ഥയിൽ ദുരിതം പേറുന്നത്. ഗുരുതര സ്വഭാവത്തിലുള്ള രോഗികളുടെ ഡേറ്റകൾ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി സൂക്ഷിക്കുന്നില്ല എന്നാണ് വിവരാവകാശ രേഖ. RTIയുടെ പകർപ്പ് ജനം ടിവിക്ക്. ജനം ബ്രേക്കിംഗ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ പ്രശാന്ത് ശങ്കരമംഗലത്ത് നൽകും. പ്രശാന്ത്, അതായത് നമ്മൾ ആകെ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സൗജന്യ ചികിത്സയിൽ മുന്നോട്ട് പോകുന്ന ഒരുപാട് രോഗികളുള്ള നാടാണ് നമ്മുടെ കേരളം. അപ്പോൾ ഈ ചികിത്സയുടെ ഡേറ്റകൾ സൂക്ഷിക്കുന്നില്ല എന്ന് വിവരാവകാശ രേഖ പറയുമ്പോൾ അത് എത്രത്തോളം വലിയ ഗുരുതരമായ അനാസ്ഥയാണ് എന്നുള്ളതാണ്. എന്താണ് സംഭവിക്കുന്നത് പ്രശാന്ത്? എന്തുകൊണ്ടാണ് ഈ ഡേറ്റകൾ സൂക്ഷിക്കാൻ സാധിക്കാത്തത്? രാഖി, ഗൗതം, വളരെ ഗൗരവത്തോടെ കാണേണ്ട വിഷയം തന്നെയാണ്. നമുക്കറിയാം, കാരുണ്യ സൗജന്യ ചികിത്സാ പദ്ധതി എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾക്കുള്ള ഒരു അത്താണിയായിട്ടാണ് കാണുന്നത്. അതിലാണിപ്പോൾ ഇത്തരത്തിലുള്ള അനാസ്ഥകൾ ഉണ്ടാകുന്നത്. അതായത് ഈ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ഇൻഷുറൻസ് നൽകുന്നതെല്ലാം സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തിലാണിപ്പോൾ ഡേറ്റകൾ കൃത്യമായി സൂക്ഷിക്കുന്നില്ല എന്ന വിവരാവകാശ രേഖ പറയുന്നത്. അതായത് ഈ തുടർ ചികിത്സയ്ക്ക് അർഹരായിട്ടുള്ളവരുടെ ഡേറ്റകളാണ്. അതുമായി ബന്ധപ്പെട്ട് എത്ര രൂപ ചെലവഴിച്ചു, എത്ര രൂപ നൽകണമെന്നടക്കമുള്ള വിവരങ്ങൾ സൂചിപ്പിക്കുന്ന ഡേറ്റകൾ. ആ ഡേറ്റകൾ കൃത്യമായി സേവ് ചെയ്യാതെ വെക്കുന്നതോടുകൂടി, അല്ലെങ്കിൽ സൂക്ഷിച്ച് സംരക്ഷിച്ച് വെക്കാത്തതോടുകൂടി തന്നെ ഈ രോഗികൾക്ക് ചികിത്സ മുടങ്ങുന്നു എന്നതാണ് വലിയ രീതിയിലൊരു ആക്ഷേപമായിട്ട് ഉയരുന്നത്. അതിൻ്റെ വിവരാവകാശ രേഖയിൽ അതിൽ കൃത്യമായി പറയുന്നുണ്ട്, ഇത്തരത്തിലുള്ള ഡേറ്റകളൊന്നും സംരക്ഷിച്ച് വെക്കുന്നില്ല എന്ന് ഈ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി പറയുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, നിരവധി സ്വകാര്യ ആശുപത്രികളിൽ, അതായത് ഈ ഇൻഷുറൻസ് പദ്ധതി വഴി സ്വകാര്യ ആശുപത്രികളിലും ചികിത്സ തേടാൻ സാധിക്കും. അങ്ങനെ സ്വകാര്യ ആശുപത്രികളിലും ഇത്തരത്തിൽ ഈ ചികിത്സ തേടിയതിൻ്റെ അതുമായി ബന്ധപ്പെട്ട ഇൻഷുറൻസ് തുക നൽകാൻ ബാക്കിയുണ്ട്. ആ പ്രീമിയം കൂടി, ആ തുക കൂടി കൃത്യമായി അടയ്ക്കാത്തതിൻ്റെ ഭാഗമായിട്ട് അവിടെയും രോഗികൾക്ക് ചികിത്സ ലഭ്യമാക്കുന്നില്ല. അല്ലെങ്കിൽ ഈ സൗജന്യ ചികിത്സയുമായി ബന്ധപ്പെട്ട്, കാരുണ്യ സൗജന്യ ചികിത്സയുമായി ബന്ധപ്പെട്ടൊന്നും സ്വകാര്യ ആശുപത്രികൾ ചികിത്സ ഉറപ്പാക്കുന്നില്ല എന്നതടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയുടെ ഭാഗത്തുണ്ടാകുന്ന ഗുരുതരമായിട്ടുള്ള വീഴ്ചകളാണ് ഇത്തരത്തിലുള്ള ഈ ചികിത്സ നിഷേധിക്കാൻ കാരണമായിട്ട് വരുന്നതെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും എടുത്തു പറയേണ്ടത് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ, അതോടൊപ്പം തന്നെ വൃക്ക രോഗങ്ങൾ, ഇങ്ങനെയുള്ള ഈ രോഗങ്ങൾ കൊണ്ട് വലയുന്ന ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ് ഈ കാരുണ്യ സൗജന്യ ചികിത്സാ പദ്ധതിയുമായൊക്കെ ബന്ധപ്പെടുന്നത്. ബന്ധപ്പെട്ടതിന് ശേഷമാണ് ഇവർക്ക് ചികിത്സ ഉറപ്പാക്കുകയൊക്കെ ചെയ്തത്. എന്നാൽ അങ്ങനെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ ചികിത്സ നിഷേധിപ്പിക്കുന്ന തരത്തിലാണ് ഈ സംവിധാനത്തിൻ്റെ ഒരു പ്രവർത്തനം എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന് കീഴിലാണ് ഈ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി പ്രവർത്തിക്കുന്നത്. തിരുവനന്തപുരത്ത് തൈക്കാടാണ് അവരുടെ സ്ഥാപനമുള്ളത്. ഈ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടെല്ലാം അവരുടെ ചുമതലയിൽ പെടുന്നതാണ്. ഇതിലാണ് ഇത്തരത്തിൽ ഒരു അനാസ്ഥ ഉണ്ടാകുകയും പദ്ധതിയുടെ ഏതാണോ പദ്ധതിക്ക് അതിന്റെ ലക്ഷ്യമെന്നത് ഏതാണോ അതിനെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലേക്കൊക്കെ എത്തുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ഈ വിവരാശ രേഖയിൽ പറയുന്നത്. ശങ്കരമംഗലത്താണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.